ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു അക്രിലിക്കാണ് എടുത്തിട്ടുണ്ട്. 4mm ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് റൗണ്ട് ആക്കാൻ വേണ്ടി ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മാജിക് സർക്കിൾ കിട്ടും. ഇനി നമ്മൾ ഈ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലാണ് ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു 4 ചെയിൻ ഇടാം. 1 2 3 4. അതിനുശേഷം നമ്മൾ അതിനുള്ളിലേക്കൊരു ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 2 പ്രാവശ്യം ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഹുക്കിനകത്ത് 4 ലൂപ്പ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം 2 ലൂപ്പിലേക്ക് ഇറക്കും, വീണ്ടും 2 ലൂപ്പിലേക്ക് ഇറക്കും, അതിനുശേഷം ലാസ്റ്റത്തെ 2 ലൂപ്പിലേക്ക് ഇറക്കും. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷ്യം കൂടി ചെയ്യും. അതായത് ഒരു ചെയിൻ 4 ഇട്ടു, പിന്നെ അതിനുശേഷം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യം കൂടെ, മൊത്തം നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തേതും ചെയ്തു. ഇപ്പോൾ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ ആയി. ഒരു ചെയിൻ 4ഉം 3 ട്രിപ്പിൾ ക്രോഷ്യയും ആയി. ഇനി ഒരു ചെയിൻ 4 ഇടുക, ചെയിൻ 4 ഇടുക, 2 3 4. എന്നിട്ട് സർക്കിളിനുള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കിട്ടും. ഇപ്പം നമുക്ക് ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കിട്ടി. ഇങ്ങനെ മാറ്റിയിട്ട് അതൊന്ന് ജസ്റ്റ് വലിച്ച് അങ്ങനെ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഒരു പെറ്റൽ കിട്ടും. ഇതാണ് ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ. ഇതുപോലത്തെ 5 പെറ്റൽസ് നമുക്ക് വേണം. അടുത്ത പെറ്റൽ ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ചെയിൻ 4 ഇടാം. 1 2 3 4 4 ചെയിൻ ഇടുക, പിന്നെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സർക്കിളിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലൂപ്പിലേക്ക് ആദ്യത്തെ 2 ലൂപ്പ്, പിന്നെയും 2 ലൂപ്പ്, ലാസ്റ്റത്തെ 2 ലൂപ്പ്, അങ്ങനെ ബാക്കി 2 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തം 3 ട്രിപ്പിൾ ക്രോഷ്യ ആകും, ഒരു ചെയിൻ 4ഉം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ ട്രിപ്പിൾ ക്രോഷ്യം കൂടെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കായി ചെയിൻ 4ഉമായി 3 ട്രിപ്പിൾ ക്രോഷ്യമായി. ഇനി ഒരു ചെയിൻ 4ഉം കൂടി ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെറ്റലും കിട്ടും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെറ്റലായി. അങ്ങനെ നമുക്ക് ബാക്കി 3 പെറ്റൽസ് കൂടി ചെയ്യാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള 3 പെറ്റൽസ് കൂടി ചെയ്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 5 പെറ്റൽസ്. എന്നിട്ട് ഒരു ചെയിനും കൂടി ഇട്ടിട്ട് അതങ്ങ് കട്ട് ചെയ്യാം. ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിനും ഇട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലവർ റെഡിയാവും. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. നമുക്ക് ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് അതൊന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി. അതായത് യാൺ എടുത്തിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് ഹുക്ക് വെച്ചിട്ട് വലിച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടി ഒന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി. ഒരു 3 കെട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, പോവില്ല. ഇപ്പം ഞാൻ കെട്ടിയിട്ട് കൊടുക്കുവാണ്. ഒരു 3 കെട്ടിയിട്ട് കൊടുക്കാം. നല്ല ടൈറ്റായി കെട്ടിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ആ ഒരു നമുക്കുള്ള സർക്കിളും ക്ലോസ് ആയി കിട്ടും. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഫ്ലവർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അത് ഹെയർ ക്ലിപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹെയർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക, അത് തയ്ച്ച് വെച്ച് കൊടുത്താലും മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 4mm ക്രോഷ്യ ഹുക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലവർ കുറച്ച് വലുതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഫ്ലവർ മതി എന്നുണ്ടെങ്കിൽ ചെറിയ യാണും ചെറിയ ഹുക്കും യൂസ് ചെയ്യുക. അതായത് എംബ്രോയ്ഡറി യാണും അതുപോലെ തന്നെ 1.75mm ക്രോഷ്യ ഹുക്കൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ചെറിയ ഫ്ലവറും കിട്ടും. അല്ലെങ്കിൽ വലിയ ഫ്ലവർ വേണമെങ്കിൽ വലുതായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഒട്ടിച്ച് കൊടുക്കുകയോ തയ്ച്ച് വെക്കുകയോ ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് തയ്ച്ച് കൊടുക്കണമെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി കയറ്റി ഒന്ന് തയ്ച്ച് വെച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം, ബട്ടൺസോ അങ്ങനെയെങ്കിലും. ഞാനിത് വേറൊരെണ്ണം ചെയ്തതാണ്, അത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഞാനൊരു ബീഡാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ചെറിയ ഹുക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ചെറിയ ഫ്ലവർ കിട്ടി. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എന്തെങ്കിലും ഐറ്റംസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്താണ് ഈ ഫ്ലവർ. ഇത് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാനൊരു മൾട്ടി കളർ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, യെല്ലോയും റെഡും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 യാണോ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്തതാണ് ഇത്. അങ്ങനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്കതിന് ബട്ടൺസും കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ബട്ടൺസും കൂടി ഇതിൽ ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതും കൂടി ചെയ്തിട്ട് കാണിക്കാം. നമുക്ക് ബട്ടൺസ് ആഡ് ചെയ്യാം ഇതിൽ. നമുക്ക് ബട്ടൺസ് കൂടി ചെയ്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചിട്ട് പുറകിലേക്ക് ഒരു ഗ്ലൂവും കൂടി കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഒട്ടിച്ച് വെച്ചിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ബട്ടൺസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പിന്നും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? കൂടുതൽ സേഫായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.